അപ്പോൾ വെൽക്കം ബാക്ക് അഗൈന്. അപ്പോൾ ഷർഫ് വിത്ത് ടീം ഇന്റർനാഷണൽ അപ്പോൾ ഉള്ളത് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ കൊളാവി ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് കേട്ടോ. ഏകദേശം കൊയിലാണ്ടിയിൽ നിന്ന് ഏകദേശം ഒരു 10-15 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് ബീച്ചിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടൽക്കാടുകളുടെ പ്രദേശം. അതെ, ഈ ഏരിയയിലൊക്കെ ഒരുപാട് കണ്ടൽക്കാടുകളുണ്ട്, നല്ല രസമുണ്ട് കാണാൻ. അതേപോലെ ഈ മരങ്ങൾക്കിടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ബീച്ചിലോട്ട്. അവിടെ കാണുന്ന ബീച്ച്, ഇവിടെ ചെറിയൊരു കണ്ടൽക്കാട് എന്ന് പറഞ്ഞ ചെറിയൊരു കായലോ എന്താ പിന്നെ പറയാം. വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഏകദേശം ഒരു 500 മീറ്ററോളം നടന്നിട്ട് ബീച്ചൊക്കെ എത്തിയ. ഇതിനുള്ള എൻട്രൻസ് കണ്ടൽക്കാടുകൾക്കിടയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. അയ്യോ എന്താ രസലടാ. അതിൻ്റെ ഇട അങ്ങോട്ടൊക്കെയാ ഏതാമാണേ. നമ്മൾ മറ്റേ ഇവിടെയൊക്കെ ചെന്നാൽ മാതിരി ലക്ഷദ്വീപ്, ഗോവ, ഇതൊക്കെ കച്ചവടത്തിൻ്റെ ഇതാടാ. ഇവർ കുപ്പിയേറ്റ് വരല്ല. സംഗതി ഇങ്ങനെ കണ്ടൽക്കാടിൻ്റെ അടിയിൽ കൊണ്ട് നടന്നപ്പോൾ തന്നെ കയറിയപ്പോൾ തന്നെ ഭയങ്കര ഒരു വേറെ വൈബായി കിട്ടാം. അടക്കെ ഇവിടെ കുറേ ആൾക്കാരിങ്ങനെ നിന്നിട്ട് എന്തോ വാരുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. വാലായിട്ട് പിടിക്കുന്നുണ്ട്. സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം നല്ലോണം ഉണ്ട്. കുപ്പികൾ നല്ലോണം കാണുന്നുണ്ട് ഇവിടെ. എന്താ ഷാഹിദ പറയാള് കൊളാവി ബീച്ചിനെ കുറിച്ച് 2 വാക്ക് പറയും. നല്ലൊരു ലാൻഡ്സ്കേപ്പ് അല്ലേ അല്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള മിനി ഗോവ. മിനി ഗോവ എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇതൊക്കെ ഉണ്ടല്ലേ കണ്ടൽക്കാടുകൾ. നല്ല രസമല്ലേ ഇതിൻ്റെ ആ വേരിങ്ങനെ പൊന്തി കിടക്കണത് കാണാൻ. ഇത് കടലിൻ്റെ വെള്ളപ്പം ഇറങ്ങിയതാണോ സംശയമുണ്ട്. നല്ല ഷേപ്പ്. കള്ളുകുപ്പി നല്ലോണം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. കേക്കും ചെയ്യും കാണും ചെയ്യും. അപ്പോൾ ഇതാണ് മിനി ഗോവ എന്നറിയപ്പെടുന്ന കൊളാവി ബീച്ച്, കൊയിലാണ്ടി ഇട്ടതുകൊണ്ട്. സംഗതി ഒരു വെറൈറ്റി ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലം. നമ്മളിപ്പോൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഈ കല്യാണ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുന്ന ആൾക്കാരെങ്ങനെ തിരിച്ച് പോകുന്നുണ്ട്. രാവിലെ തന്നെ വന്നിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പോവാണ്. അപ്പോൾ കണ്ടൽക്കാടിൻ്റെ ഏറ്റവും നല്ല അടിപൊളി കാഴ്ചകളാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് കണ്ടതിൻ്റെ വേരുകളൊക്കെ പോകണം, എന്ത് രസം കാണാൻ. മരങ്ങളതിൻ്റെ മുകളുണ്ട്. ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വേരുകളിങ്ങനെ വലിയ വലിയ ഇതിലാണ് പോകുന്നത്. ആ സൈഡിൽ കടൽ, ഈ സൈഡിൽ കണ്ടൽക്കാട്. അത്യാവശ്യം നല്ല അടിപൊളി ഫ്രെയിം ഇങ്ങനെ കിട്ടിയപ്പോൾ എല്ലാവരും ഇരുന്ന് ഫോട്ടോസ് എടുക്കാൻ കേട്ടോ. നല്ല രസമുണ്ട് സംഗതി കാണാൻ. പക്ഷേ നമുക്ക് വേലിയായിട്ടായതുകൊണ്ട്, അല്ല വേലിയിറക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സൈഡിലോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറി ഒന്ന് അങ്ങോട്ട് കറങ്ങായിരുന്നു. ഇതിനേക്കാളും നല്ല രസമുള്ള സ്ഥലങ്ങൾ ആ സൈഡിലൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. കടലിൽ നിന്നുള്ള പേരാണ് ഇവിടം വരെ എത്തിയത്. ഇതെന്ത് വരുന്നു. ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള മെനക്കെടാണത്. അപ്പോൾ അതാട്ടോ ഫോണ് വെക്കാൻ ഞങ്ങൾ ചെറിയൊരു ട്രൈപ്പോഡൊക്കെ ഉണ്ടാക്കി. അവിടുത്തെ ഇവിടുന്ന് കൊണ്ടുവന്ന് ചുള്ളിക്കമ്പൊക്കെ ഒപ്പം വെച്ചിട്ട് ഫോൺ അവിടെ ക്ലിയർ ആക്കി വെച്ചു. അതാണ് നമ്മളെ ഫോൺ ക്യാമറമാൻ, ഫോൺ സ്റ്റാൻഡ്. ഫോട്ടോസ് എടുക്കാനുള്ള കഷ്ടപ്പാടാണ്. ഏത് ഫ്രെയിമിൽ വെച്ചാലും അടിപൊളി ഫോട്ടോസാണ് വന്നിട്ട്. ഇപ്പോൾ ഷർട്ട് അയച്ചിട്ടിട്ടും പാൻറ്റ് അയച്ചിട്ടിട്ടും കസാല ഓരോ വ്യത്യസ്ത സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടൊക്കെ ഫോട്ടോസ് എടുത്തു കൊടുക്കുന്നതാണ്. ഇതാ പോകുമ്പോൾ കച്ചവടം ചെയ്യണേ. ഇത് നമ്മളെ ഇത് കണ്ടാൽ നമുക്കെന്ത്
അപ്പോൾ അത്ര കേട്ടോ, ചെറിയൊരു വീഡിയോ ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ കണ്ട ചെറിയൊരു ഏരിയ ഉണ്ടല്ലോ, ആ ഏരിയ ചെറിയൊരു എന്താണ് ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു ഏരിയ. ഇപ്പോൾ തന്നെ കണ്ടില്ല, ഞങ്ങൾ ചെറിയൊരു കുട്ടീൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനൊക്കെ അതിൻ്റെ ഫോട്ടോഷൂട്ടിന് ക്യാമറമാരെ കൊണ്ടുവന്ന് കിട്ടണം. അതായത് ഞാൻ കുറേ മുന്നേ തന്നെ കേട്ടിട്ടുണ്ട്, നമ്മൾ ആനിയനൊക്കെ ഒരുപാട് ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് 2-3 കൊല്ലം മുന്നേ പറയുന്നുണ്ട്. ഇത് മിനി ഗോവ എന്നാണ് അറിയപ്പെടുന്നത്. മിനി ഗോവ എന്ന് അറിയപ്പെടാനുള്ള കാരണം മനസ്സിലായല്ലോ, ആ കടലും ആ കടലിൻ്റെ മണലിൻ്റെ ആ കളറും പിന്നെ ആ മൊത്തത്തിലുള്ളൊരു അറ്റ്മോസ്ഫിയറും കാണാനുള്ളൊരു നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. പക്ഷെ ഇതിനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് പോവാന്നുള്ളത് ഭയങ്കര അബദ്ധമായിരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് ഇട്ടാൽ. കാരണം അത്യാവശ്യം ഓടാണ്ട് 1-1.5 അല്ലെങ്കിൽ 2 മണിക്കൂറിൻ്റെ അടുത്ത് ഓടാണ്ട്. അതിവിടെ വരെ വന്നിട്ട് ആകെ ഒരു ഇത്തിരി സ്ഥലം മാത്രമേ കാണാവുള്ളൂ. അപ്പോൾ ഫോട്ടോഷൂട്ടിനൊക്കെ വേണമെങ്കിൽ മാത്രം വരാം. അപ്പോൾ എന്താ വെച്ചാൽ ഫോട്ടോസ് എടുക്കണ ഫോട്ടോസ് നല്ല വെറൈറ്റി ഫോട്ടോസ് ആയി കിട്ടാനും അതേപോലെ നല്ല അടിപൊളി ആവാനും ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉഷാറാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റും. ഏത് ഫ്രെയിമിൽ നോക്കിയാലും ഫോട്ടോക്ക് പറ്റിയ അടിപൊളി ഫ്രെയിം കാണും. അവിടെ കണ്ട വണ്ടി നിർത്തുക, ഇതേപോലെ വണ്ടിൻ്റെ ആയിട്ടും ആൾക്കാരുടെ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക. അതാണ് ഇപ്പോഴത്തെ പരിപാടി. എത്രാമത്തെ പ്രാവശ്യം വണ്ടി നിർത്തി ഫോട്ടോസ് എടുക്കണം കേട്ടോ. കടൽ തീരത്തൂടെ എങ്ങനെ അടുപ്പിച്ചുകൊണ്ട് കുറേ നേരം റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്.